അപ്പോൾ തൃശ്ശൂർ നമ്മൾ അഷ്കറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി എറണാകുളം പിടിക്കണം. നമുക്ക് വിട്ടാലോ? ഇപ്പോൾ തൃശ്ശൂർ വടക്കുനാഥൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്ത് എറണാകുളത്തേക്കുള്ള റൂട്ട് കയറാൻ പോവാണ്. പറയൂ. ഇന്നത്തെ യാത്രയിൽ ഉച്ചക്ക് ഉറങ്ങിയ സ്ഥലമാണ് ഒരു പെട്രോൾ പമ്പിൻ്റെ വീട്ടിൽ. നല്ല തണൽ, ബാത്റൂമൊക്കെ അവിടെ. ഇങ്ങനെയാണ് ഉച്ച സമയത്ത് ഉണ്ടാക്കുക. നല്ല വെയിലാവുമ്പോൾ റെസ്റ്റ് എടുക്കുക, നല്ല തണലുള്ള ഏരിയ നോക്കിയിട്ട്. അല്ലെങ്കിൽ അതുമ്പോൾ പള്ളി, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ജില്ല കഴിയാനാണ്. അങ്കമാലി പോയിട്ട് കാണാം. അങ്ങനെ അങ്കമാലി എത്തുമ്പോഴേക്ക് നമുക്കൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടി. നമ്മൾ ചായ കുടിച്ച് അവനിങ്ങനെ പിരിഞ്ഞു. അങ്കമാലി എന്തിനാണെന്ന് അറിയോ? നമ്മളെ അമ്പിളിയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സമയത്താണ് അമാൻ്റെ ഫോൺ വരുന്നത്. പിന്നെ അമാനുമായിട്ട് കുറച്ച് സമയം വീഡിയോ കോൾ നിൽക്കുമ്പോൾ നമ്മൾ അമ്പിളി എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്പിളി എന്ന് വിളിക്കുന്നത് പറഞ്ഞുകൊണ്ടല്ല, ഈ ഒരു വണ്ടി കൊണ്ട് തന്നെ കാശ്മീർ വരെ പോയി വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങ് പോകുന്നവരെ കണ്ടോ? ആ ബൈക്കിൽ രണ്ടുപേര് അവിടുത്തെ പോലീസുകാരാണ്. വൻ സപ്പോർട്ടാണ്. ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിച്ചു, കുറേ നിർബന്ധിച്ചു. നമുക്കിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. തോള് ഇതിലേ പോവാല്ലേ? ഇപ്പൊ തിരക്കുണ്ടോ? ഇവരൊക്കെ എന്നാ എത്താ അല്ലേ?
വെക്ടർ KSRTC ഉണ്ടോ? അങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയം വാട്സപ്പ് നോക്കിയ സമയത്താണ് കണ്ടത് കൊച്ചി മെട്രോയിൽ സൈക്കിള് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കൂലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ തീരുമാനിച്ച റൂട്ടിൽ നിന്ന് കുറച്ചും കൂടി പോയാലാണ് ഈ രാത്രിത്തെ സ്റ്റേ. അപ്പോൾ അതും വിചാരിച്ചു എന്താക്കി കയറി മെട്രോയിൽ. പിന്നെ അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 ഫോട്ടോസ് എടുത്ത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റേ നമ്മുടെ നാട്ടുകാരനായ ഇബ്രാഹിം സാറിൻ്റെ ഹോട്ടലിലാണ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അങ്ങനെ അവിടെ വൻ സ്വീകരണമായിരുന്നു. ഇബ്രാഹിം സാറിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ സ്വീകരണം മൊമെൻറ്റോ. പിന്നെ അഫ്സലിൻ്റെ ചാനലിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗായ്സ്, അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ.